ഹായ്, എല്ലാവർക്കും നമസ്കാരം. TBS വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ പാവയ്ക്ക് വെച്ചിട്ട് ഒരു പുളിങ്കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പാവയ്ക്ക, ഇതേപോലെ ഒരു പാവയ്ക്ക കേട്ടോ. പിന്നെ ഒരു വലിയ സവാള, ഒരു വെളുത്തുള്ളി, ഒരു തക്കാളി, പിന്നെ കുറച്ച് പുളി ഞാൻ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വെളുത്തുള്ളി എടുത്തത് എന്താ വെച്ചാൽ ഞാനിവിടെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചതുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉള്ളി വഴറ്റുന്നതിലേക്ക് മാത്രം ഒന്ന് ആദ്യം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരെണ്ണം എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിത് സവാളയും പാവയ്ക്കും നന്നായിട്ട് ചെറുതാക്കി ഒന്ന് അപ്പം ഞാൻ നമ്മുടെ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അത്. പിന്നെ ഒരു വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ നമ്മുടെ പാവയ്ക്ക നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി വെള്ളമൊക്കെ പോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് പാവയ്ക്ക വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഞാൻ പാവയ്ക്ക ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക്. ഇതൊന്ന് നന്നായിട്ടൊന്ന് അധികം മൊരിഞ്ഞ് വരണ്ട കേട്ടോ. ഇതിൻ്റെ ഒരു കളറ് ജസ്റ്റ് ഒന്ന് മാറുന്നത് വരെ. അപ്പം നമ്മുടെ പാവയ്ക്ക് ഇതാ ചെറുതായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. അത് മതി കേട്ടോ. അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിതാ പാവയ്ക്ക് വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? പിന്നെ ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാളയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കളറ് മാറുന്നവരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അതിൻ്റെ കൂടെ ചേർന്നിട്ട് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരും. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. എന്താ പറയുക, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മസാല ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഈ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഏത് കറിക്കാണെങ്കിലും നമ്മൾ തീ ഒന്ന് ചെറുതാക്കി കുറച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ മസാലകളൊക്കെ കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ മസാലയൊക്കെ ആ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ സമയത്ത്
നമ്മുടെ തക്കാളി നന്നായിട്ട് ഞാൻ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ പോകാം. അപ്പം നമ്മുടെ തക്കാളി ചേർക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ മസാലകളൊക്കെ ചേർത്താലേ ഉള്ളൂ നന്നായിട്ടത് പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുള്ളൂ. തക്കാളി ചേർത്ത് ഇളക്കുമ്പോഴേ കുറേ ടൈം എടുക്കും. മസാല തക്കാളി ഇട്ടതിന് ശേഷമാണ് ഇടുന്നതെങ്കിൽ കുറേ സമയം എടുക്കും അതൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് വേഗം എളുപ്പത്തിൽ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയി. അപ്പം നമ്മൾ തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതാട്ടോ. അത് മസാല ഇടുമ്പം ചേർത്ത് കൊടുക്കേണ്ടിയിരുന്നു, എന്നോട് മറന്നു പോയതാട്ടോ. അപ്പം അത് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഈ സമയത്ത് നമുക്ക് പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളം കേട്ടോ അത്. അപ്പോൾ ഇത് ഞാനതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മുടെ പാവയ്ക്ക നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിന് ഈ പാവയ്ക്ക ചേർത്തതിന് ശേഷം ഒരു 7 മിനിറ്റ് വരെ നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോഴേക്ക് നല്ല ഈ പുളിയൊക്കെ ചേർത്തതല്ലേ നമ്മൾ, അപ്പോൾ പുളിയൊക്കെ ചേർത്തത് പിടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മുടെ പാവയ്ക്കക്കറി പുളിങ്കറി കേട്ടോ. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഞാൻ ഇച്ചിരി കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു ബൗളിലേക്ക് ആക്കിയിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ നമ്മുടെ പാവയ്ക്ക പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത്. നമ്മൾ കറി ഈ പാവയ്ക്കാണെന്ന് ഒന്നും തോന്നില്ല. എന്താണെന്ന് വെച്ചാൽ കയ്പ്പൊന്നുമില്ല കേട്ടോ അതിന്. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളിടുന്ന വീഡിയോസൊക്കെ കിട്ടണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക. ഓക്കെ.